അപ്പോൾ എൻ്റെ പേര് ശരണ്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈപോഡിൽ നിന്ന് കിട്ടിയ മൈക്കാണ്. അപ്പോൾ അതിന് കുറച്ച് ക്വാളിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് നോക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു കാരണം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ തീരുമാനം മാറ്റണം കേട്ടോ. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം നമ്മൾ അങ്ങനെ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുറേ നാളൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഏജൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, അന്ന് ഞാൻ ആ കാര്യം ചെയ്തെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് നമുക്ക് തന്നെ തോന്നുന്ന കാര്യമാണ് കേട്ടോ. കാരണം ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് കുറേ മോഡേൺ ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമായിരിക്കും. പക്ഷേ അപ്പോൾ അവർ ചിന്തിക്കും, അയ്യോ ഞാൻ ഇതിട്ടുകൊണ്ട് പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെടുക്കുന്ന തീരുമാനം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റുള്ളവരെന്ത് പറയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ പട്ടിണി കിടന്നാലോ നമ്മൾ സങ്കടപ്പെട്ടാലോ അവർ നമുക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല കേട്ടോ. അപ്പം നമ്മളെടുക്കുന്ന തീരുമാനം നല്ല സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നന്നായിട്ട് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ടൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആൾക്കാർ നമ്മളോട് പറയും, അവൾ ഭയങ്കര തൻ്റേടിയാണ്, അല്ലെങ്കിൽ അവൾ ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ പറയും. നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെടുക്കുന്ന തീരുമാനം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലതും നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലീനെയൊക്കെ നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതലും ഈ മോഡേൺ ഡ്രസ്സൊക്കെ ഇടാനൊക്കെ അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ഇടാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. പക്ഷെ അവർ ഈ സിറ്റി ലൈഫിലൊക്കെ ജോലിക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് പേടിയാണ്. കാരണം ഈ വീട്ടിൽ ചെന്നിട്ട് അവർ ജീൻസൊക്കെ ഇട്ടിട്ടൊക്കെ പുറത്തിറങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ഇട്ട് പുറത്തിറങ്ങുവാണെങ്കിൽ നാട്ടുകാരൊക്കെ ചോദിക്കും, ഇവളെന്താണ് ഇങ്ങനെ കോലം കെട്ടിപ്പോകുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവർ പേടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന നമുക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ പേടിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഒരിക്കലും മാക്സിമം നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നോക്കുക കേട്ടോ. നമ്മുടെ ഒരു ചെറിയ ശമ്പളമാണെങ്കിൽ പോലും നമ്മൾ മറ്റൊരാളെ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ നിൽക്കാൻ നോക്കുക. നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം ചെറുതാണെങ്കിൽ പോലും അത് നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഏണിങ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മറ്റൊരാളുടെ ചെന്നിട്ട് എനിക്കൊരു 500 തരൂ, അല്ലെങ്കിൽ എനിക്കൊരു ഇന്നർ മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വിസ്പർ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഏണിങ്സൊക്കെ ഒരു ചെറിയ വരുമാനമാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരാണെങ്കിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. അത് തന്നെയാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.